ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ പോവുകയാണ്. ഞാൻ ചെയ്തൊരു തെറ്റിദ്ധാരണയല്ല, വീഡിയോ കണ്ട ഒരാൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. ഇപ്പം ചാർജിങ് ആമ്പിയർ 26 ആമ്പിയർ ഇപ്പം ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നുണ്ട്. അപ്പം ഈ ആമ്പിയർ ചാർജിങ് കയറിക്കഴിഞ്ഞാൽ ഇപ്പം 40 ആമ്പിയർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. 40 ആമ്പിയർ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലൈൻറ്റ് ആകുമെന്നൊക്കെ ഒരാളിങ്ങനെ വീഡിയോയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റായിട്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ചാർജ് ആമ്പിയർ നമുക്ക് MPPT ചെക്ക് ചെയ്യാം. 16 വോൾട്ട് ഉണ്ട്. ബാറ്ററി 13.4 വോൾട്ടാണ്. രാവിലെ 9:30 സമയം. 27 ആമ്പിയറിൽ ചാർജിങ് നടക്കുന്നുണ്ട്. ക്ലാമ്പ് 26.3. 1-2 ആമ്പിയറിൻ്റെ വ്യത്യാസം അത് നോർമലി ഉണ്ടാവുമല്ലോ. ഇപ്പം വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിപ്പോൾ ഇൻവേർട്ടറിൻ്റെ വയറാണ്. ഇത് ഞാൻ ഇപ്പം കണക്ട് ചെയ്യാൻ പോകുന്ന ഇൻവേർട്ടറിൻ്റെ വയറിലേക്ക് ഞാൻ ക്ലാമ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇൻവേർട്ടറിലേക്ക് എടുക്കുന്ന ലോഡെന്ന് പറഞ്ഞാൽ 13.6 ആമ്പിയറിൽ ഇൻവേർട്ടറിൽ DC ലോഡ് എടുക്കുന്നുണ്ട്. അതായത് ഇൻവേർട്ടർ ബാറ്ററിയിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പം 12 ആമ്പിയറിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ശരിക്കുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ 40 ആമ്പിയർ ബാറ്ററിയിലേക്ക് എടുക്കുകയല്ല, ലോഡിലേക്ക് ഷെയർ ചെയ്ത് പോവുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ. വീണ്ടും ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് DC ലോഡിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്, ബാറ്ററി നേരിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ DC ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് MPPT എന്ന് വരുന്ന 10² DC കേബിളാണ്. ഞാൻ AC കേബിളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് DC കേബിളായിട്ട് മാറ്റി പാനൽ അപ്ഗ്രേഡ് ചെയ്തപ്പം ഇത് ഇൻവേർട്ടറിൻ്റെ വയർ. ഇപ്പം വണ്ണം കുറഞ്ഞത് DC കേബിൾ, ആ DC ലൈനിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. ഇത് ഇൻവേർട്ടറിൻ്റെ വയറാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ലല്ലോ. അപ്പം ഇനിയും ഇതിനകത്ത് കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരുന്നത്. ഇത് MPPTന്ന് ആമ്പിയർ ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. 26.9, 27 ആമ്പിയറിൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ക്ലാമ്പ് മീറ്റർ ചെക്ക് ചെയ്യാം. ക്ലാമ്പ് മീറ്റർ ഇട്ട് ചെക്ക് ചെയ്തതിന് വ്യത്യാസം ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഇൻവേർട്ടറിലേക്ക് പോകുന്ന ലൈനാണ്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഒരിക്കലും 40 ആമ്പിയർ ബാറ്ററിയിലേക്ക് പോകത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്ററിയിലേക്ക് 40 ആമ്പിയർ പോയാൽ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം കട്ടപ്പോകുക അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് വീഡിയോ കാണുന്ന ആളുകളെ പോലും നെഗറ്റീവായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാകാൻ വരും. അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് കാണിച്ചത്. ഒരിക്കലും 40 ആമ്പിയർ ബാറ്ററിയിലേക്കല്ല ചാർജ് ചെയ്യുന്നത്. കുറച്ച് സമയം ബാറ്ററിയിലേക്ക് ചാർജ് ആയതിനു ശേഷം അത് ലോഡിലേക്ക് ഷെയർ ചെയ്യുക. അതായത് ഇൻവേർട്ടർ വഴി ബാറ്ററി ടെർമിനലിൽ നിന്ന് ഇൻവേർട്ടർ വഴി ലോഡിലേക്കാണ് പോകുന്നത്. ഒരിക്കലും ബാറ്ററിയിലേക്ക് ഇങ്ങനെ എപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 40 ആമ്പിയറിൽ ചാർജിങ് കയറിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ആദ്യം അദ്ദേഹം അത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ താങ്ക് യു.